എല്ലാവർക്കും മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ വൈജയന്തി ഡോക്ടറുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഡോക്ടർ വൈജയോടായി ചോദിക്കുന്നു, മാഡത്തിന് മനസ്സിൽ തോന്നുന്നത് അപ്പോൾ തന്നെ പ്രകടിപ്പിക്കും അല്ലേ? ഞാൻ അങ്ങനെയാണ് ശീലിച്ചതെന്നും വൈജ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ഡോക്ടർ, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യരുത് എന്ന് വിചാരിക്കുന്നവരാണ് മെജോറിറ്റി ആൾക്കാരും. അവരത് പറയാതെ നിയന്ത്രിച്ചു വെക്കും. മാഡം പറയുന്ന വാക്കുകൾ ആരെല്ലാം ഹേർട്ട് ചെയ്യുമെന്നോർത്ത് മാഡം പറയാതെ പിടിച്ചു വെക്കാറുണ്ടോ? ഇത് കേൾക്കുന്ന വൈജ, ഞാനങ്ങനെ ആരുടെയും മുഖം നോക്കാറില്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ ആരോടായാലും പറയും. ഇതിനുള്ള മറുപടിയായ ഡോക്ടർ, പക്ഷേ മാഡത്തിൻ്റെ ഹസ്ബൻഡ് വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ളതുകൊണ്ട് ആരെയും അങ്ങനെ ഹേർട്ട് ചെയ്യാതെ നോക്കുന്നു. ഇത് കേൾക്കുന്ന വൈജ, എനിക്ക് പക്ഷേ അങ്ങനൊന്നും തോന്നിയിട്ടില്ലെന്ന് പറയുമ്പോഴത്തേന് മറുപടി ഡോക്ടർ, അങ്ങനൊന്നും തോന്നില്ല, കാരണം അയാൾ ദേഷ്യവും സങ്കടവും അപമാനവും ഒന്നും പുറത്തു കാണിക്കത്തില്ല. അത് പൊതുവെ സപ്രസ് ചെയ്യാറാണ് പതിവ്. അത് പുറത്ത് കാണിച്ചാലല്ലേ മറ്റുള്ളവർക്ക് മനസ്സിലാവൂ എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അങ്ങനെ അധികം സപ്രസ് ചെയ്യേണ്ട മാറ്റർ ഒന്നുമില്ല ഡോക്ടർ. എന്താ അങ്ങനെ ഉണ്ടെന്ന് ബാലൻ പറഞ്ഞു എന്ന് വൈജ ചോദിക്കുമ്പോൾ, ഞാൻ ചോദിച്ചതിനൊന്നും അയാൾ പ്രത്യേകിച്ച് മറുപടി പറഞ്ഞിട്ടില്ല, എല്ലാം അമർത്തി പിടിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ അമർത്തിയാൽ ഔട്ട് ബേസ്റ്റ് ആവും. ഒന്നെങ്കിൽ പൊട്ടും, അല്ലെങ്കിൽ ചീറ്റും, അല്ലെങ്കിൽ ചിന്നിച്ചിതറും. അതൊരു പ്രകൃതി നിയമവും കൂടിയാണ്. മനസ്സിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇത് കേൾക്കുന്ന വൈജ ഡോക്ടറോടായി പറയുന്നു, അതിന് തക്ക യാതൊരുവിധ പ്രഷറും ഉണ്ടായിട്ടില്ല ഡോക്ടർ, അത് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ എന്ന് ഡോക്ടർ തിരിച്ചു ചോദിക്കുന്നു. പക്ഷേ പ്രഷറുണ്ടായി, പൊട്ടി, സംഭവിച്ചതില്ലെന്ന് നിങ്ങൾക്കിപ്പം പറയാൻ പറ്റുമോ? ബാലചന്ദ്രന് ഇപ്പോൾ ഉള്ളത് ഒരു ബ്രോക്കൺ ഹാർട്ടാണ്. അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് മാഡമാണ്. ഇത് കേൾക്കുന്ന വൈജ, അതെനിക്ക് അറിയാമെന്ന് ഡോക്ടറോടായി പറയുന്നു. അത് അറിഞ്ഞാൽ മാത്രം പോരാ, മാഡത്തിൻ്റെ ഹസ്ബൻഡിന് മാഡത്തിനെ കാണാനും സംസാരിക്കാനും ഒന്നും ഇഷ്ടമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് കേൾക്കുന്ന വൈജ, അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അറിഞ്ഞാൽ. ഇത് കേൾക്കുന്ന ഡോക്ടർ, കാരണം എന്തുമായിക്കോട്ടെ, നമ്മൾ ചെയ്യേണ്ട എന്താണ്? പേഷ്യൻ്റ് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്യാതിരിക്കുക, കഴിവതും പേഷ്യൻ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എന്താ വേണ്ടുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാമെന്ന് വൈജ സമ്മതിക്കുന്നു. ഒട്ടും ഇഷ്ടമല്ലെങ്കിൽ ശല്യപ്പെടുത്താതിരിക്കുക, ദേഷ്യപ്പെടുത്താതിരിക്കുക, സംസാരിക്കാൻ പോകാതിരിക്കുക. ഒരു ഹാർട്ട് പേഷ്യൻറ്റിന് വേണ്ടുന്നത് അതാണ്. ഇതെല്ലാം കേട്ട ശേഷം വൈജ, ഞാനായിട്ടിനി ഒരു പ്രശ്നത്തിനും പോകുന്നില്ല. ഡോക്ടറും പറയുന്നുണ്ട്, പോകരുത്, പേഷ്യൻ്റ് ഒന്ന് റിക്കവർ ആയിക്കോട്ടെ. എന്നാലും ഡോക്ടർ, എന്നോട് എന്തിനാണ് ഇത്രയും ദേഷ്യവും വിദ്വേഷവും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് വൈജ ചോദിക്കുന്നു. അതെന്തുമായിക്കോട്ടെ, ഇപ്പോൾ തീ പിടിച്ചു, ഇനി അത് വെള്ളമൊഴിച്ച് കെടുത്തുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തില്ലെങ്കിലും സാരമില്ല, എണ്ണയൊഴിച്ച് ആളെ കത്തിക്കാതിരുന്നാൽ മതി. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു പ്രയോഗമുണ്ടല്ലോ, ചൊറി. നമ്മൾ അങ്ങോട്ട് ചെന്ന് ചൊറിയാതിരിക്കുക. ഡോക്ടർ ഇത്രയും പറഞ്ഞതിന് ശേഷം വൈജ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ ഇങ്ങനെ എന്നെ മാത്രം ഉപദേശിച്ചാൽ മതിയോ? പേഷ്യൻറ്റും കൊടുക്കണ്ടേ ചില ഉപദേശങ്ങളൊക്കെ? ഇത് കേൾക്കേണ്ട ഡോക്ടർ, ഞാൻ ഓൾറെഡി ബാലചന്ദ്രന് കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന യാതൊരുവിധ സംഭാഷണങ്ങളിലും ഏർപ്പെടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിൽ സന്തോഷം മാത്രം ഉണ്ടാക്കുന്ന ആളുകളുമായി മാത്രം സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട്. ഭാര്യയുമായിട്ട് പ്രത്യേകിച്ച് വഴക്കിനൊന്നും ചെല്ലരുതെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇത് കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇപ്പോൾ വൈജ ഡോക്ടറോട്, ഭർത്താവ് വയ്യാതെ കിടന്നാൽ അത് നോക്കേണ്ട കടമ ഭാര്യയ്ക്കല്ലേ? മറുപടിയാ ഡോക്ടർ, അത് ഭർത്താവിന് ഇഷ്ടമാണെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ മാറി നിന്നേക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടറോടെ തന്നെ വൈജ ചോദിക്കുന്നു, ഞാനല്ലാതെ പിന്നെ ആര് നോക്കും? അമ്മ വയ്യാതെ കിടക്കുകയാണ്, കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണം, പിന്നെ ഉള്ളത് ഞാനല്ലേ ഉള്ളൂ. ഇത് കേട്ട ശേഷം ഡോക്ടർ, ഒരു സെർവൻ്റ് ഇല്ലേ ബാലചന്ദ്രനെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച പെൺകുട്ടി? ഇത് കേൾക്കുന്ന വൈജ, അവള് ഇന്നല്ലെങ്കിൽ നാളെ പോകും, നമ്മൾ നിർബന്ധിച്ച അവള് കൂടുതൽ ദിവസം തന്നെ നിൽക്കില്ലേ, കൂടുതൽ ശമ്പളമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാ. ബാലചന്ദ്രന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടിയല്ലേ, ആര് രക്ഷിച്ചു എന്ന് കേട്ടു നിൽക്കുന്ന വൈജ, ഇവിടെ കൊണ്ടുവന്ന ശേഷം ഡോക്ടർമാരല്ലേ രക്ഷിച്ചത്, അവളെ എന്തായാലും വീട്ടിൽ കണ്ടിന്യൂ ചെയ്യേണ്ട എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് വൈജ പറയുന്നു. ഇറ്റ്സ് ഓക്കെ, എന്തായാലും നിങ്ങളുടെ ഭർത്താവല്ലേ, കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാമെന്ന് ഡോക്ടർ പറഞ്ഞ് വൈജ അവിടെ നിന്ന് മടക്കി വിടുന്നു. പോകുന്നതിന് മുമ്പായി വൈജ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ അടുത്ത ചെക്കപ്പ് ഇനി എന്നാണ്? കൂടാതെ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ഇനി എത്ര നാളത്തേന് വേണം? 2 ആഴ്ചത്തേന് മതിയെന്നാണ് ഡോക്ടർ പറയുന്നത്. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. വീട്ടിലേക്കുള്ള യാത്രാമധ്യേ കൃഷ്ണ എല്ലാവരോടുമായി ചോദിക്കുന്നു, ഇതെന്താ ആരും ഒന്നും മിണ്ടാത്തത്? അച്ഛനെന്താ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? ഇതിന് മറുപടിയായി ബാലൻ, ഞാൻ ഈ 2ാം ജന്മം എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരുന്നു മോളെ. ഇത് കേട്ട ശേഷം കൃഷ്ണ, ഹോ ആശ്വാസമായി, ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടിയല്ലോ. അതിനിപ്പോ ആദ്യ ജന്മത്തിന് തന്നെ കുറെ കാര്യങ്ങൾ ബാലൻസ് ഇല്ലേ, പിന്നെങ്ങനെയാണ് 2ാം ജന്മം എന്ന് മനുശങ്കർ ചോദിക്കുന്നു. കൃഷ്ണ ബാലിനെ ആശ്വസിപ്പിക്കാനായി പറയുന്നുണ്ട്, അച്ഛനൊരു മൈനർ അറ്റാക്ക് വന്നിരുന്നു, ഇപ്പോൾ എല്ലാം തന്നെ മാറി സുഖമായി, ഇനി പഴയ പോലെ തന്നെ ജീവിതം. അതിന് ഞാനിപ്പോൾ തിരിച്ചു പോകാൻ പറ്റാത്ത അത്രയും ദൂരത്തേക്ക് വന്നു കഴിഞ്ഞു എന്ന് ബാലൻ പറയുന്നു. ഇത് കേൾക്കുന്ന കൃഷ്ണ, എന്തൊക്കെയാ അച്ഛൻ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ഡോർ തുറന്നു കൊടുക്കുന്നത് അലീനയാണ്. അലീനയെ കണ്ടപാടെ ബാലൻ സൂക്ഷിച്ചു നോക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന കൃഷ്ണ, ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്, ഇതുവരെ കണ്ടിട്ടില്ലേ? അലീന ചേച്ചിയാണ്, എന്താ മനസ്സിലായില്ലേ?
ബാലചന്ദ്രൻ അലീനയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ നീരസം അവരുടെ മുഖത്ത് തന്നെ കാണാനായിട്ടുണ്ട്. അലീനയുടെ അടുത്തേക്ക് വന്ന ശേഷം വൈജ അവളോടായി പറയുന്നു, നിനക്ക് പോണെങ്കിൽ ഇന്ന് തന്നെ പോവാം. ഇപ്പോൾ ബാലചന്ദ്രൻ വന്നല്ലോ, ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് നിനക്ക് പോകാം. ഇത് കേൾക്കുന്ന അലീന, ഞാനല്ലെങ്കിലും ഏത് നിമിഷവും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇന്ന് തന്നെ ഞാൻ പോയിക്കോളാം. അലീന ഈ സമയം മുത്തശ്ശിയുടെ മുറിയിൽ ചെന്ന് ബാലചന്ദ്രൻ സാറ് വന്ന വിവരം മുത്തശ്ശി സന്തോഷത്തോടുകൂടി അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശി, ആശുപത്രിയിൽ നിന്ന് വിട്ടോ? ആ, ഇപ്പോൾ വന്നതേ ഉള്ളൂ എന്ന് അലീന പറയുന്നു. മുത്തശ്ശി തുടരുകയാണ്, വൈജിക്ക് അലയിലും ഭയങ്കര പരാതിയായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് ബാലൻ അവളെ കാണാൻ സമ്മതിച്ചില്ലെന്നോ മിണ്ടിയില്ലെന്നോ ഒക്കെ. ഇനിയിപ്പോൾ എന്തായാലും ആ പരാതി തീരുമല്ലോ. സാറിന് ബെഡ് റെസ്റ്റല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് അലീന ചോദിക്കുന്നു. രണ്ടുപേരും വഴക്കൊന്നുമില്ലാതെ ഒത്തുപോയാൽ മതിയായിരുന്നു എന്ന് മുത്തശ്ശി പറയുന്നു. ഇത് മുത്തശ്ശി തന്നെ മാഡത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഹാർട്ട് പേഷ്യൻ്റാണ്, അങ്ങനെ ദേഷ്യപ്പെടാനോ മറ്റോ ഒന്നും ഇടയുണ്ടാക്കരുതെന്ന് മുത്തശ്ശി തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അലീന മുത്തശ്ശിയോടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ബെഡിലിങ്ങനെ കിടക്കുന്നത് മാത്രമല്ല, മനസ്സമാധാനത്തോടുകൂടി ആരോടും വഴക്കുണ്ടാക്കാതെ കിടക്കണം. ഇത് കേൾക്കുന്ന മുത്തശ്ശി, അത് വേണ്ടെന്ന് നോക്കിക്കോ, ഇന്ന് തന്നെ അവൾ വഴക്കുണ്ടാക്കും. എവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് അവൾക്ക് തുടങ്ങണം, ഇല്ലെങ്കിൽ പിന്നെ ഒരു സ്വസ്ഥത ഉണ്ടാവത്തില്ല. അതിനിപ്പോൾ എവിടെ മുതലാണ് തുടങ്ങേണ്ടതെന്ന് അലീന ചോദിക്കുന്നു. മറുപടിയായി മുത്തശ്ശി, അവൻ ആരോടും പറയാതെ ഇവിടെ നിന്ന് പോയില്ലേ, അവൾ അവിടെ നിന്ന് തന്നെ തുടങ്ങും. ഇവിടെ പോയി, എന്തിന് കള്ളു കുടിച്ചു, ഹോസ്പിറ്റലിൽ വെച്ച് എന്തുകൊണ്ട് മിണ്ടിയില്ല എന്ന് വേണ്ട എല്ലാത്തിനും അവൾക്ക് ഉത്തരം വേണം. ഇത് കേൾക്കുന്ന അലീന, എൻ്റെ മുത്തശ്ശി എന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, ഇങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളൊന്നും എടുത്തിടരുതെന്ന്. ഞാനേതായാലും പറഞ്ഞു നോക്കാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അലീന ഒന്നുകൂടി പറയുന്നുണ്ട്, ഞാൻ ഇന്നും തന്നെ പോകും കേട്ടോ. സാറിനോട് ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് നിന്നത്. ഇത് കേൾക്കുന്ന മുത്തശ്ശി, നീയും കൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ആരുണ്ടടി മോളെ, എൻ്റെ കാര്യം ആര് നോക്കും? ഇപ്പോൾ ഒരു രോഗിയും കൂടെ വന്നില്ലേ. വൈജ നാളെ തന്നെ ബാങ്കിൽ പോത്തില്ലേ, ബാലേന്ദ്രന് ഇതൊരു ചൂടുവെള്ളം വേണേൽ പോലും ആര് തിളപ്പിച്ചു കൊടുക്കും? അലീന മുത്തശ്ശിക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്ക് പകരം ആരെങ്കിലും വരും മുത്തശ്ശി, ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നം തീരുമെന്നാണ് എല്ലാവരും പറയുന്നത്. മറുപടിയെ മുത്തശ്ശി, ദൈവത്തിനറിയാം പ്രശ്നങ്ങൾ തീരുമോ അതോ വീണ്ടും കൂടുമോ എന്ന് മുത്തശ്ശി ഒന്നുകൂടെ അലീനയോടെ ചോദിക്കുന്നുണ്ട്. മോളെ, നിനക്ക് ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? മറുപടി അലീന, എനിക്ക് ഒരു ദിവസവും കൂടെ കൂടുതൽ ഇവിടെ നിൽക്കാനായി പറ്റത്തില്ല മുത്തശ്ശി. ഈ സമയം ബാലചന്ദ്രൻ തങ്ങളുടെ ബെഡ്റൂമിലേക്ക് വന്ന് അവിടെ എല്ലാം ഒന്ന് നോക്കിയ ശേഷം ഡോറ് ലോക്ക് ചെയ്യുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വൈജയന്തി. എന്താ ഡോർ അടച്ചു കളഞ്ഞത്, അങ്ങോട്ടേക്ക് കയറുന്നില്ലേ എന്ന് വൈജ ചോദിക്കുന്നു. എന്ന് ബാലൻ പറയുന്നു. ഇന്നു മുതൽ ഇതെൻ്റെ ബെഡ്റൂം അല്ല, പിന്നെ ആരുടെ ബെഡ്റൂമാണെന്ന് വൈജ ചോദിക്കുമ്പോൾ നിന്റേത് മാത്രമെന്ന് ബാലൻ ഉറച്ച സ്വരത്തിൽ പറയുന്നു. കൃഷ്ണ ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അച്ഛൻ പിന്നെ എവിടെ പോയി കിടക്കും? മുകളിലത്തെ ഗസ്റ്റ് റൂമിലെന്ന് ബാലചന്ദ്രൻ പറയുന്നു. അവിടെ അച്ഛനെ നോക്കാനായിട്ട് അതിന് ആരാണുള്ളത്, ഇവിടെ തന്നെ കിടക്കച്ഛ എന്ന് കൃഷ്ണ പറയുന്നു. ഇവിടെ ബാലൻ അവരോട് എല്ലാവരോടുമായി പറയുന്നു, എന്നെ ഇനി ആരാണ് നോക്കേണ്ടതെന്ന് ഞാൻ തന്നെ ഒന്ന് തീരുമാനിക്കട്ടെ. വിജയൻ ചോദിക്കുന്നുണ്ട്, അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് അല്ലേ, മുകളിൽ പോയി തനിച്ച് കിടന്നാൽ അടുത്ത് ആരുണ്ട്? കൃഷ്ണയും പറയുന്നുണ്ട്, അച്ഛൻ ഇവിടെ ആകുമ്പോൾ അമ്മയില്ലേ, അതല്ലേ നല്ലത്. ബാലൻ അപ്പോൾ എല്ലാവരോടുമായി പറയുന്നു, നിങ്ങളുടെ അമ്മയുടെ കെയറിങ് എനിക്ക് ആവശ്യമില്ല. എനിക്ക് ശാന്തമായിട്ടിരിക്കണം, സമാധാനമായിട്ടിരിക്കണം. എന്നോട് ആരും തന്നെ തർക്കിക്കാനും വഴക്കടിക്കാനും വരണ്ട. അച്ഛാ, ഞങ്ങൾ എല്ലാവരും തന്നെ രാവിലെ പോകും, അമ്മ ജോലിക്കും പോകും, ഞങ്ങൾ കോളേജിലും പോകും. പിന്നെ ഈ റൂമിൽ കിടന്നാൽ എന്താ? ഇത് കേൾക്കുന്ന ബാലൻ അല്പം ദേഷ്യത്തോടുകൂടി തന്നെ ബബിതയോടായി ചോദിക്കുന്നു. എനിക്ക് സ്വസ്ഥതയും സമാധാനവും വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായോ എന്ന് ബബിതയോടായി ചോദിക്കുന്നു. അത് അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ടല്ലേ. എന്നാൽ നിനക്ക് മനസ്സിലായോ എന്ന് കൃഷ്ണയോട് ചോദിക്കുമ്പോൾ, അത് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം അമ്മ ചൊറിഞ്ഞുകൊണ്ട് വരും, അതല്ലേ. നിനക്ക് കാര്യം മനസ്സിലായില്ലേ, എങ്കിലിനി എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് ഗസ്റ്റ് റൂമിലേക്ക് കൃഷ്ണയുടെ കൂടെ ബാലചന്ദ്രൻ കയറി പോകുന്നു. അങ്ങനെ മുകളിലോട്ടുള്ള സ്റ്റെയറിൻ്റെ പടി കയറാനായിട്ട് തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ബാലൻ ബബിതയെ വിളിച്ച് ആ റൂമിൽ എൻ്റേത് മാത്രമായി എന്തൊക്കെ സ്ഥാനങ്ങളുണ്ടോ അതെല്ലാം മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടുന്നു. ഈ സമയം അങ്ങോട്ടേക്ക് വന്ന് വൈജ ദേഷ്യത്തോടുകൂടി ഒന്ന് പറയുന്നുണ്ട്, മുകളിലേക്ക് സുഖവാസത്തിന് പോകുന്ന പോലെ അവിടെ തന്നെ കിടന്നേക്കണം, പിന്നെ താഴേക്ക് തിരിച്ചു വന്നേക്കരുതെന്ന് ദേഷ്യത്തോടുകൂടി വൈജ. ഇതിനുള്ള മറുപടിയായി ബാലൻ, ഇത് നിന്റെ അച്ഛൻ കുഞ്ഞിരാമമേനോൻ ഉണ്ടാക്കിയ വീടല്ല, ബാലചന്ദ്രമേനോൻ സ്വന്തം കയ്യിലെ കാശുണ്ടാക്കിയ വീടാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ആരൊക്കെ എവിടൊക്കെ കിടക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. അതുമാത്രമല്ല, ഈ വീട്ടിലുള്ള ഓരോ ആൾക്കാരും എവിടെ കിടക്കണമെന്ന് തീരുമാനിക്കുവാനുള്ള അവകാശവും എനിക്ക് തന്നെയാണ്. ബാലചന്ദ്രമേനോൻ ഒരു ചില്ലിക്കാശ് പോലും നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, സ്ത്രീധനമായിട്ടോ ഷെയറായിട്ടോ അങ്ങനെ ഒന്നും പോലും. അങ്ങനെ ഗസ്റ്റ് റൂമിൻ്റെ അകത്ത് കയറിയ ശേഷം ബാലൻ കൃഷ്ണയോടായി പറയുന്നു, അച്ഛൻ ഇന്നു മുതൽ ഇവിടാണ്. കൃഷ്ണ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അച്ഛനപ്പോൾ കൂട് വേണ്ടേ? മറുപടിയായി ബാലൻ, കൂട്ട് വേണ്ട, കൂട്ടുകാരി ചതിക്കും. ഫുഡ് കഴിക്കാനായിട്ട് അച്ഛൻ എന്തോ ചെയ്യും? ഡെയിലി 3 times അച്ഛൻ സ്റ്റെയർ കയറി ഇറങ്ങുമോ? ഇല്ല, എനിക്കുള്ള ഫുഡ് ഹോം നേഴ്സ് മേളിലെത്തിക്കുമെന്ന് ബാലൻ പറയുന്നു. ലിനി ചേച്ചിയാണോ എന്ന് കൃഷ്ണ എടുത്ത് ചോദിക്കുമ്പോൾ, ഇവിടെ പിന്നെ ഏത് ഹോം നേഴ്സാണ് ഉള്ളതെന്ന് ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് മോള് പോയി താഴത്തെ ബെഡ്റൂമിൽ നിന്ന് അച്ഛൻ്റേതായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരാൻ ബാലൻ ആവശ്യപ്പെടുന്നു.
അച്ഛനമ്മയോട് പിണങ്ങിയിട്ടാണോ എന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട്. അച്ഛൻ സകലരോടും പിണങ്ങിക്കഴിഞ്ഞു എന്ന് കൃഷ്ണയോടായി ബാലൻ പറയുന്നുണ്ട്. അച്ഛൻ എന്തെങ്കിലും ആവശ്യം വന്നാൽ താഴെയുള്ളവരെ എങ്ങനെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ കൃഷ്ണ ചോദിക്കുന്നത്. അച്ഛൻ ഗോവർദ്ധനോട് പറഞ്ഞ് ഒരു കോളിംഗ് ബെല്ല് വെപ്പിക്കും, എനിക്ക് കൈ എത്തുന്നിടത്ത് അതിന് സ്വിച്ച് വെച്ചാൽ പോരെ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ ഇന്നലെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടല്ലേ എന്ന് കൃഷ്ണ. താഴേക്ക് ചെല്ല്, എന്നിട്ട് അച്ഛൻ്റെ ഡ്രസ്സ്, മെഡിസിന്, ഓഫീസ് ആക്സസറീസ് അങ്ങനെ എല്ലാം ഇവിടേക്ക് എത്തിക്കുക. ഇവിടുന്ന് പോകുന്നതിന് മുമ്പായി കൃഷ്ണയോട് ഒന്നുകൂടി പറയുന്നുണ്ട്, എൻ്റെ അനുവാദമില്ലാതെ ആരും ഇങ്ങോട്ടേക്ക് വരുതെന്ന് കൂടി എല്ലാവരോടും പറഞ്ഞേക്കണം. ബാലചന്ദ്രൻ ഇപ്പോൾ തൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഗസ്റ്റ് റൂമിൽ തന്നെ ഇരിക്കുകയാണ്. ഇതോടുകൂടി എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.